രാജ്യത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള നേതാജി സുഭാഷ് മാർഗ് ഗതാഗതത്തിനായി തുറന്നിരിക്കുകയാണ്. ഈ സംഭവമുണ്ടായി 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ റോഡ് ഗതാഗതത്തിനായി തുറക്കുന്നത്. ഇത്രയും ദിവസം കഴിഞ്ഞ 5 ദിവസങ്ങളോളമായി ഇവിടെ ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ പരിശോധനകൾ നടത്തുകയായിരുന്നു, സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. ഏതാണ്ട് ഈ സ്ഫോടനമുണ്ടായ കാറിൽ നിന്ന് മാത്രം 52 സാമ്പിളുകളാണ് ഇവിടെ നിന്നും ശേഖരിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന ഇടം ഇവിടെയാണ്. ഏതാണ്ട് എത്തുമ്പോഴാണ് ആ സ്ഫോടനം ഉണ്ടായ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച I-20 വാഹനം പൊട്ടിത്തെറിച്ചത്. അതിന്റെ പാടുകൾ, അവശേഷിപ്പുകൾ ഇപ്പോഴും ആ റോഡിൽ അവശേഷിക്കുന്നുണ്ട്. റോഡിന്റെ മുകൾ വശം തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കുപ്പിച്ചില്ലുകളുടെയും മറ്റും ഭാഗങ്ങൾ അതിലിപ്പോഴും ഉണ്ട്, നമുക്ക് കാണാൻ കഴിയും. ഈ പ്രദേശത്തെല്ലാം തന്നെ അതിന്റെ ആഘാതം നമുക്ക് റോഡിലെ സൈഡിലുള്ള ഡിവൈഡർ കുറ്റികൾ ഉൾപ്പെടെ തകർന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് 6 കുറ്റികളോളം തകർന്നു പോയിരിക്കുന്നു. മുകളിൽ ഈ ഒരു ആൽമരത്തിന്റെ ഒരു ചില്ലയും പാടെ കരിഞ്ഞു പോയിട്ടുണ്ട്. ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സ്ഫോടനത്തിന് തൊട്ട് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള തീ പടർന്നിരുന്നു ഈ പ്രദേശത്തെല്ലാം തന്നെ. സമീപ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മെട്രോ സ്റ്റേഷന്റെ 4-ാം നമ്പർ ഗേറ്റ് ആണ്. ഈ സ്ഫോടനം നടന്നതിനോട് ചേർന്നുള്ളത് 1-ാം നമ്പർ ഗേറ്റ്. മറുവശത്താണ് റോഡിന്റെ ആ 1-ാം നമ്പർ ഗേറ്റ് ഉള്ളത്. ഈ പ്രദേശത്തെല്ലാം തന്നെ കഴിഞ്ഞ ഈ സ്ഫോടനം കഴിഞ്ഞ് 3 ദിവസം പിന്നിടുമ്പോഴും മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തുള്ള കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്നും മറ്റും കണ്ടെത്തിയിരുന്നു. എന്തായാലും ഈ സ്ഫോടനം നടന്ന് 6-ാം ദിവസം ഇത് ഗതാഗതത്തിനായി തുറക്കുമ്പോൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന ഏതാണ്ട് 5:15 സ്ഫോടനമുണ്ടാകുന്നതാകട്ടെ 6:52. അത് വലിയ തിരക്ക് ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്നതാണ്. സാധാരണ നിലയിൽ വാഹനം നിർത്തി ആളുകൾക്ക് ഇറങ്ങാൻ പോലും ഇടം നൽകാത്ത അത്രയും വലിയ തിരക്ക് ഉണ്ടാകുന്ന ഒരു ട്രാഫിക് സിഗ്നലിലാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ഇപ്പോൾ ജനങ്ങൾക്ക് ആശങ്ക മാറി, അല്ലെങ്കിൽ കഴിഞ്ഞ 5 ദിവസമായി ഇത് അടച്ചിട്ടതിനെ തുടർന്ന് ജനങ്ങൾ മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. എങ്കിൽ പോലും വലിയ തിരക്ക് നമുക്കിപ്പോഴും ഈ സിഗ്നലിൽ കാണാൻ കഴിയും. അത്രത്തോളം തിരക്കുണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ അപകടം എന്നത് തന്നെയാണ് വലിയ ആഘാതമുണ്ടാക്കിയതും. 13 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. എന്തായാലും സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. അതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് വിവിധ ഏജൻസികൾ. കൂടുതൽ ആളുകളെ, ഈ ഒരു വൈറ്റ് കോളർ ശൃംഖലയിൽപ്പെട്ട കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നടപടികൾ പുരോഗമിക്കുന്നു. എന്തായാലും ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നടുക്കം പൂർണ്ണമായി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണ് സമീപ പ്രദേശത്തുള്ള കടയുടമകൾ, ഒപ്പം തന്നെ മറ്റ് പോലീസുകാർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. സാധാരണ നിലയിലേക്ക് പതിയെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെങ്കോട്ടയും പരിസരവും. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.